മൂവി ക്ലിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ശിവകാർത്തികേയൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമരൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടി നല്ല വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 250 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് നവംബർ മാസം അവസാനത്തെ ആഴ്ച ലാസ്റ്റ് വീക്ക് ഉണ്ടാകുന്ന അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അവിടെ ഭാഗത്തുനിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് കൂടി ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എമിലിയ പെരേസ് എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമയായിരുന്നു തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിലോ വന്ന് സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലായിട്ട് കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ഷെയ്ൻ ടോൺ ചാക്കോ അതുപോലെ തന്നെ സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അടിത്തട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമ നവംബർ മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അന്നേ ദിവസം തന്നെ ആമസോൺ പ്രൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ശിവകാർത്തികേയൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമരൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടി നല്ല വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 250 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് നവംബർ മാസം അവസാനത്തെ ആഴ്ച ലാസ്റ്റ് വീക്ക് ഉണ്ടാകുന്ന അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അവിടെ ഭാഗത്തുനിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് കൂടി ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് OTT റിലീസ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡിസംബർ മാസം ഫസ്റ്റ് വീക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രയം എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം പകുതിയോടുകൂടി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻസ്, മുരളി ഗോപി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കനകരാജ് എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയും ആമസോൺ പ്രൈം ഇന്ത്യയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഈ മാസം നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവിയായിരുന്നു. ഒരു ഡിസാസ്റ്റർ മൂവിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. തിയേറ്ററിൽ വലിയൊരു പാൻ ഇന്ത്യൻ റിലീസ് പറഞ്ഞ തിയേറ്റർ റിലീസ് എങ്കിലും ഒരു